ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനിങ്ങനെ ഒരു ലൈവ് ഇടണമോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ച് നിന്നിട്ടാണ് ഇപ്പോൾ ഒരു ലൈവ് ഇങ്ങനെ ഇടാൻ കാരണം. വേറൊന്നുമില്ല, ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ന്യൂസാണല്ലോ ഈ ആദിത്യൻ ജയനും അവരുടെ ഫാമിലിയുമായിട്ടുള്ള വിഷയം. അതിൽ സൂരജ് പാലാക്കാരൻ ഇടപെട്ട് അവിടെ ചെന്ന് കുറേ, അതായത് ഇന്ന് പണം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് പേജിൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയിട്ട്, അങ്ങനെ ഫേസ്ബുക്ക് പേജിൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയിട്ട് ആ ഫോളോവേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്ത് തരത്തിലുള്ള ബിസിനസ്സും എന്ത് തരത്തിലുള്ള തെമ്മാടിത്തരവും ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് ഇന്ന് സോഷ്യൽ മീഡിയ ആയി കഴിഞ്ഞു. സത്യമാണോ അത് ന്യൂസ്? ആ ആ ആ അപ്പൊ ആദിത്യ ജയൻ എന്ന് പറഞ്ഞ വ്യക്തി ആത്മഹത്യക്ക് ശ്രമിച്ചതായിട്ടാണ്. അപ്പൊ ഞാന് ഇദ്ദേഹത്തിനെ വിളിക്കാറൊന്നുമില്ല. ഞാനിന്ന് ഈ സൂരജ് പാലക്കാടിന്റെ ഈ ഒരു അതായത് 4 സൈഡിൽ നിന്നും വന്നിട്ട് ഇങ്ങനെ ടോർച്ചറിങ് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയാ, ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചു പോകും ആൾക്കാർ. ഇപ്പോ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ തേജോവധം ചെയ്യും, മനുഷ്യനെ ആത്മഹത്യയുടെ ഒരു പ്രേരണയൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു മുസ്ലിം മതവിശ്വാസി എന്നുള്ള നിലക്ക് എന്നെ പോലെയുള്ള ആൾക്കാരൊന്നും അതിനൊന്നും ശ്രമിക്കില്ല. ഇപ്പൊ ആദിത്യൻ ജയൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിന്നെപ്പോലുള്ള തെണ്ടികൾ ഒരുപാട് പേരെ അനാവശ്യമായി നീ എന്ത് ഭാഷ ഉപയോഗിച്ചിട്ടിരിക്കുന്നത്? നീ ഒരു മാധ്യമ പ്രവർത്തകനാണ്. നീ എവിടുന്ന നീ മാധ്യമ പ്രവർത്തനം പഠിച്ചത്? എത്ര അന്തസ്സായിട്ട് മാധ്യമ പ്രവർത്തന ആൾക്കാരുണ്ട്. നീ വല്ലവന്റെയും അതിന് പൈസ മേടിച്ച് കള്ളം കുടിച്ചു നടക്കുന്ന നീയാണോ ഒരു മാധ്യമ പ്രവർത്തകൻ? അപ്പോൾ എനിക്കിത് അറിയില്ല. ഈ സൂരജ് പാലാക്കാരൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചാണ് ഇദ്ദേഹം ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫൊക്കെ നശിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ സൂരജ് പാലാക്കാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂരജ് പാലാക്കാരനല്ല, ഈ പറഞ്ഞ ആദിത്യനെ ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു ഈ വീഡിയോ കണ്ടപ്പോൾ. അപ്പൊ വീഡിയോ വിളിച്ച് കണ്ട സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹത്തിന്റെ ഫോൺ എടുത്തത് ജനറൽ ഹോസ്പിറ്റലിലെ ഏതോ ഒരു നേഴ്സാണ്. പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ആദിത്യൻ ജയൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും വെയിൻ കട്ട് ചെയ്തു എന്നും ജനറൽ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്നും ബോധം പോയിരിക്കുന്നു എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അതിന്റെ വോയിസ് ക്ലിപ്പ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ ആ ഒരു ധൃതിയിൽ ഏതോ ഒരു നമ്പറിലേക്ക് അത് സേവ് ചെയ്ത് വെച്ചു. അതിപ്പോൾ കാണാനില്ല. അതുണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ നിങ്ങളെ കേൾപ്പിക്കാൻ അത് കാണാനില്ല. അപ്പൊ ഞാനിത് മെയിനായിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ തേജോവധം ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു സത്യം വിളിച്ചു പറഞ്ഞാൽ മതി. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവൻ കള്ളനാണ്, അവൻ അതാണ്, അവൻ ഉമ്മാനെ കൊന്നോനാണ്, അവൻ വാപ്പാനെ കൊന്നോനാണ്, അവന്റെ മകനെ കൊന്നോനാണ്, അവൻ വ്യഭിചാരിയാണ്, ഇതിങ്ങനെ പറഞ്ഞ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വലിയ സംഘം തന്നെ ഇവിടെ ഉണ്ട്. അതിനു വേണ്ടി കുറെ പെയ്ഡ് മീഡിയ ഒക്കെ ഉണ്ട്. ഈ ടിക്ടോക്ക് ഒക്കെ നിരോധിച്ച പോലെ ഈ ഫേസ്ബുക്ക് ഒക്കെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു. ഫേസ്ബുക്ക് ഒക്കെ നിരോധിക്കണം ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ആദിത്യൻ ഇന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ്. ആദിത്യൻ അറിയാലോ, സീരിയൽ നട്ട് ആദിത്യൻ ജയൻ. ഒരു മിനിറ്റ്, ആ വോയിസ് ക്ലിപ്പ് എനിക്കൊന്ന് ഫോർവേഡ് ചെയ്ത് തരുമോ? ഞാൻ അങ്ങോട്ട് ഇട്ടെന്ന്. അതായത് യഥാർത്ഥത്തിൽ കള്ളത്തരം ചെയ്യുന്നവനെ നമ്മൾ കള്ള എന്ന് വിളിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പ്രൂഫ് സഹിതം തെളിയിച്ചാലും ഈ സോഷ്യൽ മീഡിയക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സോഷ്യൽ മീഡിയ അതിനെ വളച്ചൊളിച്ച് അതിനെ വേറെ ലെവലിലാക്കിയിട്ട് ഈ പറഞ്ഞ കള്ളെന്ന് പറഞ്ഞ ആളെ കള്ളനാക്കി വിടും. അതായത് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, യഥാർത്ഥത്തിൽ തല്ല് കൊണ്ട ആള് തല്ല് കൊടുത്തതാക്കി മാറ്റി തീർക്കും, മരിച്ച ആളെ അവര് ജനിപ്പിക്കും. ഇതൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ പ്രത്യേകത. ഈ വീഡിയോ കണ്ട് വീഡിയോ മാത്രം വിശ്വസിക്കുന്ന ഒരു പ്രത്യേക സമൂഹം വേറെ സൈഡിലും. അവർക്ക് ഈ വീഡിയോ ആണ് ഏറ്റവും വലിയ കാര്യം. വീഡിയോയിൽ എന്താ വന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഞാൻ ഈ സൂരജ് പാലാക്കാരനെ കുറിച്ച് ഇങ്ങനെ ഈ ആദിത്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ, ഈ ആദിത്യൻ ജയൻ എന്ന് പറഞ്ഞ സിനിമ ആർട്ടിസ്റ്റ്, എനിക്ക് ഇവരൊന്നും അറിയില്ല, ഞാൻ ഇതിലേക്കൊന്നും ഇടപെടാറില്ല. നമ്മൾ സിനിമ കണ്ടിട്ട് തന്നെ വർഷങ്ങളായി. സിനിമ കാണാറില്ല, തിയേറ്ററിൽ പോകാറില്ല, വീട്ടിൽ TV പോലും ഇല്ല. TV ഇല്ലാത്തതുകൊണ്ട് ഒന്നുകൊണ്ടല്ല, TV പറയുന്നത് ടെലിവിഷൻ, TV എന്ന് പറഞ്ഞാൽ ടെല്ലിങ് ലൈവ് വിഷൻ എന്നാണ്. അതായത് നുണ പറയുന്ന പെട്ടിയാണല്ലോ ഈ TV. അപ്പൊ നമ്മളിതൊന്നും ഇടപെടാറില്ല. അപ്പം എന്താ ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്,
ഈ ആദിത്യനെ കുറിച്ച് ഇങ്ങനെ ഈ സൂരജ് പാലാക്കാരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ഒരുത്തൻ ഫോർവേഡ് ചെയ്തെന്ന് ഒരു മനുഷ്യനെ വ്യത്യസ്ത ചെയ്തില്ലെന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ നമ്പർ എനിക്കൊന്ന് കിട്ടുമെന്ന് വെച്ചാൽ. അപ്പോൾ ഗൂഗിളിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഗൂഗിളിൽ നോക്കുമ്പോൾ നമ്പറൊന്നും കാണാനില്ല. അങ്ങനെ ഏതോ ഒരു ഫിലിം അസോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുടെ നമ്പർ എനിക്ക് കിട്ടി. അപ്പോൾ ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ കേട്ട ഒരു വോയിസ് ക്ലിപ്പാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചേരേ. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം, മിസ്റ്റർ ആദിത്യനാണോ? ജനറൽ ആശുപത്രിയാണോ? ആദിത്യൻ എന്ന് പറഞ്ഞ ആളുടെ നമ്പറാണോ ഇത്? ആണോ? കൈ മുറിച്ചിട്ടുണ്ടോ? ആണോ? ആളുടെ ഫോണാണോ ഇത്? ആള് ആക്ടർ അല്ലേ? എന്റെ വീട് പഴയന്നൂരാണ്. ഞാനിതിനൊരു വീഡിയോ കോൾ ചെയ്തോട്ടെ? ബോധല്ലേ? ഹലോ, ആളെ കാണാനല്ല, ഞാൻ ആദ്യമായിട്ട് ആളെ വിളിക്കുന്നത്. ഈ മറ്റേ ഒരു ആക്ടർ അല്ലേ ഇയാള്? ഇയാളൊരു ആക്ടർ അല്ലേ? അതെ, സിനിമയിൽ അഭിനയിക്കുന്ന ആളല്ലേ ഇയാള്? ആദിത്യൻ ജയനല്ലേ? ഹലോ, ആദിത്യൻ ജയനാണോ അത്? ആളാണോ? ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ലൈവിൽ വരാൻ കാരണം വേറൊന്നുമല്ല. അതായത് ഈ ആദിത്യൻ ജയനും ഈ അവരുടെ ഫാമിലി വിഷയമൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുന്നുണ്ടോ ആ രീതിയിലൊക്കെ പെയ്ഡ് മീഡിയകൾ ഉപയോഗിച്ച് പലരും ഈ മനുഷ്യനെ കുറിച്ച് പലതും പറഞ്ഞ് ലാസ്റ്റ് അദ്ദേഹത്തിന്റെ വെയിൻ കട്ട് ചെയ്തു, മെഡിസിൻ കഴിച്ചു, ആത്മഹത്യക്ക് ശ്രമിച്ചു. ആളിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഞാനിപ്പോൾ ഇയാളെ വിളിച്ചൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം അയാളിങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, ഈ പായ്ച്ചിറ നവാസ് എന്ന് പറഞ്ഞ ഈ തിരുവനന്തപുരത്തുള്ള ഒരു കള്ളൻ എൻ്റെ മകൻ കട്ടിലിൽ നിന്ന് വീണപ്പോൾ അത് കട്ടിലിൽ നിന്ന് വീണതല്ല, ഞാൻ എൻ്റെ മകനെ കൊല്ലാൻ ശ്രമിച്ചാണെന്ന് പറഞ്ഞ് DGPക്ക് പരാതി കൊടുത്ത് ഈ ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞിട്ട് എൻ്റെ ഫാമിലിയെ വല്ലാതൊരു ഉപദ്രവിക്കലുണ്ടായി. ആ സമയത്തൊക്കെ ഞങ്ങൾ അനുഭവിച്ച മാനസിക വിഷമമുണ്ട്. ഞാനും എൻ്റെ കുടുംബവും എല്ലാം പാടെ പോയിട്ട് എന്താ പറയുക, പ്രസ് ക്ലബ്ബിൽ പോകുന്നു, പ്രസ് ക്ലബ്ബിൽ സംസാരിക്കുന്നു, ചൈൽഡ് വെൽഫെയറിൽ പോകുന്നു, അതുകൂടാതെ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സമൂഹം മുഴുവൻ വേട്ടയാടുകയാണ്. അത് ഈ പോലീസുകാരനാണെങ്കിൽ ഈ പഴയന്നൂരുള്ളൊരു SI ഒരുത്തനുണ്ട്, അവൻ ആണെങ്കിൽ ഇതൊന്നും അന്വേഷിക്കാതെ എനിക്ക് അയാളെ ഒരു റെസ്പെക്റ്റും ഇല്ല കേട്ടോ. അയാളിപ്പോൾ ഇനിയിപ്പോൾ ഈ പഴയന്നൂർ സ്റ്റേഷനിലെ SI ആണ്, ഇപ്പോഴും SI ആണെങ്കിൽ പോലും ഒരു റെസ്പെക്റ്റും ഇല്ല അയാളോട് എനിക്ക്. അയാൾ എനിക്കെതിരെ കേസെടുത്തിട്ടാണ് അന്വേഷണം തുടങ്ങിയത്. എന്നിട്ട് പിന്നെ കോടതി ആണ് നമ്മളോട് കോടതിയാണ് ചോദിച്ചത്, ഇങ്ങനെയുള്ള ഈ മണ്ടന്മാര് ചെയ്യുന്ന ഈ കേസിന് ഭയങ്കര യുദ്ധങ്ങളാണ്, തല്ലല്ല കേട്ടോളി, അതല്ല കേട്ടോളി, ഇതല്ല കേട്ടോളി എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ ഈ ഫേസ്ബുക്കിനെ നിങ്ങൾ അത്ര സീരിയസ് ആക്കി എടുക്കണ്ട. കാരണം ഇതൊക്കെ ഈ അധ്വാനിക്കാതെ വിശർപ്പിന്റെ അസുഖമുള്ള കുറച്ച് ആൾക്കാരുടെ വീട്ടിലേക്ക് അരി വാങ്ങുന്ന ഒരു പരിപാടിയാണിത്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആത്മഹത്യക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ശ്രമിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്നേ മരിച്ചു പോകേണ്ടതായിരുന്നു. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫേസ്ബുക്കിന്റെ കമന്റ് നോക്കൂ നിങ്ങൾ. ഇതൊക്കെ ആ ഫിറോസ് എന്ന് പറഞ്ഞ ചങ്ങാതി, ആ കള്ളന്റെ ആൾക്കാരാണ്. ഈ റമദാൻ മാസമായിട്ട് എന്നെ കൊണ്ടത് പറയിപ്പിച്ചു. ആ കള്ളന്റെ ആൾക്കാർ വന്നിട്ട് വെറുതെ ബുദ്ധിയില്ലല്ലോ, വെറുതെ വന്നിട്ട് എഴുതുകയാണ്. കാരണം ബൊമ്മാർക്ക് ഈ വീഡിയോയിൽ കാണുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ നേരിട്ട് വന്ന് അന്വേഷിക്കില്ല, നേരിട്ട് വന്ന് കാണില്ല, നേരിട്ട് വന്ന് ചോദിക്കില്ല, ഒന്നുമില്ല. വീഡിയോയിൽ എന്താണോ കാണുന്നത് അതങ്ങോട്ട് വിശ്വസിക്കും. ഞാൻ ചുരുങ്ങിയത് 3 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് സത്യമായി കഴിഞ്ഞു. അപ്പൊ വീഡിയോയിൽ കാണുന്നത് മാത്രം വിശ്വസിക്കാതെ നിങ്ങൾ നേരിട്ട് വരൂ, നേരിട്ട് വന്ന് അന്വേഷിച്ച് നേരിട്ട് കാര്യങ്ങൾ അറിയൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നഷ്ടം. കൈ മുറിച്ച ആര് പോയി? ഇപ്പൊ ആദിത്യൻ ജയൻ നോക്കിയ വെയിൻ കട്ട് ചെയ്തു, ആദിത്യൻ ജയൻ എന്തോ പോയിസൺ അടിച്ചു. ആർക്ക് പോയി? ആദിത്യൻ ജയന് പോയി. സൂരജ് പാലാക്കാരൻ എന്താ, അവന് 10,000-50,000 റുപ്യ കൊണ്ടുകൊടുത്ത അവൻ വീണ്ടും എന്ത് ചെയ്യും? അവൻ ചാനലിടും. പാച്ചിറ നവാസിന് എന്താ,
അവൻ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് എൻ്റെ അടുത്ത് മാത്രം അവന്റെ വേഷം കെട്ട് പോയില്ല, അവനെതിരെ ഞാൻ കേസ് കൊടുത്തു. ഈ പാച്ചർ നവാസ് 900 പേർക്ക് കേസ്, 900 കേസുകൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 900 കേസ് ഉമ്മൻചാണ്ടിക്കെതിരെ, KM മാണിക്കെതിരെ, എല്ലാവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളോട് മാത്രം അവന്റെ കളി പോയില്ല. അപ്പൊ ഇങ്ങനെ ഈ ജനങ്ങൾക്കെതിരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടും കേസ് കൊടുത്തിട്ടും ഇങ്ങനെ ഓലപ്പാമ്പ് കളിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊന്നും വേറെ പണിയില്ല, വിശർപ്പിന്റെ അസുഖമുള്ള ആൾക്കാരാണ്. ഇവരൊരു ജോലിയും ചെയ്യില്ല. ആരെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇടങ്കോടമിടുക, അതിനെ രാഷ്ട്രീയക്കാരെയൊക്കെ പാടെ വട്ടം കൂട്ടിയിട്ട് അതിന് ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ലൈസൻസ് തരില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റോ മറ്റോ ഒക്കെ തുടങ്ങുകയാണെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ പാര വെച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതുകൊണ്ട് ഹൂഎവർ ഈസ് ലിസണിങ് മൈ വോയിസ്, എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഈ ജോലിയും ത്വരവും ഇല്ലാത്ത ആൾക്കാർ, ഇതാ ഈ ഫിറോസ് കുന്നംപറമ്പിൽ 4 ദിവസം മുമ്പ് വന്ന് പറഞ്ഞു കേട്ടു, പാച്ചർ നവാസിന്റെ മോൾക്ക് ഫ്രീ ചികിത്സയുണ്ട്, അല്ലെങ്കിൽ 4 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പാച്ചർ നവാസിന് വേണ്ടി പിരിച്ച പൈസ മൊത്തം മുഖ്യമന്ത്രിക്ക് കൊടുക്കാന്ന്. നിന്റെ ഫിറോസെ, നിന്റെ ഈ പരിപാടി ഉണ്ടല്ലോ, നിർത്തിക്കോ. നീ ഇതിനു മുമ്പ് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ പൈസ 72 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നീ കൊടുത്തില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് പെർമനന്റ്ലി യു ഡോണ്ട് ഹാവ് വൺ സിംഗിൾ ഫാദർ. അപ്പൊ അതുകൊണ്ട് തന്നെ നീ അത് കൊടുത്തില്ല. ഇപ്പൊ ഞാൻ പറയണു, ഞാൻ 4 ലക്ഷം രൂപ പാച്ചർ നവാസിന് കൊടുക്കാൻ തയ്യാറാണ്. ഒരു അഗ്രിമെന്റ് എഴുതിയിട്ട് 4 ലക്ഷം രൂപ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. നീ ഇപ്പൊ അവിടെ തള്ളല്ല കേട്ടോളി, അതല്ല കേട്ടോളി, ഇതല്ല കേട്ടോളി പറഞ്ഞ് നീ ദുബായിലാണല്ലോ ഉള്ളത്. നിന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാച്ചർ നവാസിന് വേണമെങ്കിൽ ഒരു വിസ കൊടുക്കാം. ഒരു വിസ കൊടുക്കൂ. വിസ കൊടുത്തിട്ട് അവനെ നേരെ അങ്ങോട്ട് വിളിക്കി, അവിടെ വല്ല ജോലിയും കൊടുക്കും. എനിക്ക് എന്നിട്ട് ഒരു 10 വർഷം കൊണ്ട് തിരിച്ചു തന്നാൽ മതി 4 ലക്ഷം രൂപ. നാണല്ലേടാ നിനക്കൊക്കെ? നാണല്ലേ നിനക്കൊക്കെ? ഈ തീട്ടം തിന്ന് ജീവിക്കാൻ നാണല്ലേ? റമദാൻ മാസമായിട്ട് നീയൊക്കെ പറയിപ്പിച്ചു എന്നെ കൊണ്ട്. നാണല്ലേ നിനക്ക്? 4 ലക്ഷം രൂപ ഞാൻ തരാം, നീ വെല്ലുവിളി ഏറ്റെടുക്ക്. നീ ആ പാച്ചർ നവാസിന് വേണ്ടി പിരിച്ച പൈസ നീ കൊണ്ടുപോയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് കൊടുക്ക്. നാളെ ഞാൻ 4 ലക്ഷം രൂപ നിനക്ക് തരാം. എനിക്ക് 10 കൊല്ലം കഴിയുമ്പോൾ അടച്ചു തന്നാൽ മതി ആ പൈസ. അവനെ കൊണ്ട് പണിക്ക് പോകാൻ പറയടോ. വെറുതെ നാട്ടുകാരുടെ പേരിൽ കേസും കൊടുത്ത് വെറുതെ ഊളത്തരവും കാണിച്ച് നടക്കാണ്ട് അവനോട് പോയി പണിക്ക് പോകാൻ പറയും പാച്ചർ നവാസിനോട്. അല്ലെങ്കിൽ മൂടാക്കാൻ പറയും. നിനക്ക് മൂടാവുമ്പോ അവിടെ പോയാൽ മതി. അല്ലെങ്കിൽ നിനക്ക് മൂടാവുന്ന ടൈം ഉണ്ടല്ലോ, അപ്പൊ അവിടെ പോയാൽ മതി കേട്ടോ. ശരി എന്നാ, അസ്സലാമു അലൈക്കും.